ഇതാ കായ വറുക്കാനുള്ള എണ്ണ ചൂടായി. ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ ഈ പാകത്തിനാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്താ കരിവേപ്പിലുണ്ട് ഇടാൻ. കരിവേപ്പില ഇട്ടാൽ എണ്ണ കൂടി കുറയുമെന്ന് പറയുന്നു. കേൾക്കാനല്ല, ഞാൻ ഇടലുണ്ട് എപ്പോഴും. എല്ലാം വറുക്കുമ്പോൾ ഞാൻ കരിവേപ്പില ഇടുന്നു. വറുക്കുമ്പോൾ അതിനെല്ലാം എണ്ണ പുറത്തേക്ക് വരുള്ളൂ. അതിൽ നിന്നുള്ള എണ്ണയൊക്കെ ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ടിങ്ങനെ വരില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം അതിൻ്റെ പാകം ആവാനാവുന്നുണ്ട്. ഇളക്കി ഇനി ആദ്യം നല്ലോണം തീ കത്തിക്കണം. പിന്നെ ചെറിയ തീയിൽ വേണം വേവാൻ. കട്ടിയുള്ള സാധനമല്ലേ, അപ്പം ചെറിയ തീയിൽ കുറച്ച് ഒരു ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് വെച്ചതാണ് ഞാനിത്. ഏലക്ക പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചാൽ വേഗം പൊടിയായി കിട്ടും. ഏലക്ക അങ്ങനെ പൊടിച്ച് എല്ലാം കൂടി യോജിപ്പിച്ച് വെച്ചതാണ്. ഇടാകുമ്പോൾ നേരത്ത് എല്ലാം ഓരോന്നോരോന്ന് ഇടാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക്. ശർക്കരയിലേക്ക് ഒരു നുള്ളു ഉപ്പ് പാകത്തിന് നന്നായിട്ട് കിട്ടുള്ളൂ. ഉപ്പും മധുരവും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പിട്ട് വെച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഒറ്റനൂൽ പരുവാവട്ടെ ഇത്. അപ്പോൾ നമുക്ക് ഇടാം, ശർക്കര ഇടാം. ഓക്കെ, ഒറ്റനൂൽ പരുവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതായിട്ടില്ല, കണ്ടോതാ. നമ്മൾ കയ്യിലിങ്ങനെ പിടിച്ച് നോക്കുമ്പം ഇങ്ങനെ ഒട്ടണം. നല്ല ഒട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഒറ്റനൂൽ പരുവം. ആവുമ്പോൾ നമുക്ക് വറുത്ത കായ അതിലേക്ക് ഇട്ടിട്ട് ഓഫാക്കണം. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് എന്നിട്ടാണ് പൊടികളൊക്കെ ഇടുക. അപ്പോൾ കാണാം. അതിലേക്ക് വറുത്ത് വെച്ച കായ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എല്ലാം കഷ്ണത്തിലേക്കും എല്ലാം പിടിക്കട്ടെ. അത് എല്ലാ വശത്തും പിടിക്കണം കഷ്ണത്തിലേക്ക്. തീ ഓഫാക്കിയിടണം, അല്ലെങ്കിൽ അത് തിളച്ചുകൊണ്ടിരിക്കും തീ ഓഫാക്കിയിട്ടില്ലെങ്കിൽ. എല്ലാം കഷ്ണത്തിൽ പിടിക്കട്ടെ. എല്ലാ വശവും പിടിച്ച് ആയിട്ട് തീ ഓഫാക്കിയിട്ടു. ഇതെങ്ങനെയാണ് ഞാൻ അത് കഴിഞ്ഞിട്ടൊന്ന് കുതിരട്ടെ. അത് കുതിരയല്ല, ഒന്ന് എല്ലാത്തിലേക്കൊന്ന് പിടിക്കട്ടെ. വേണ്ട, എല്ലാ വശത്തും ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടികളിടാം. ഒരു ലേശം പൊടി ഇടുകയാണ് ഞാൻ. ശർക്കര പാനിലേക്ക് ലേശം ഇടണമായിരുന്നു, എനിക്ക് മറന്നു പോയതാണ്. പാനിൽ കുറച്ചിട്ടാൽ അതിൻ്റെ ഫ്ലേവറും കൂടി എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ മറന്നു പോയി ഇടാൻ. നിങ്ങളിടുമ്പം അങ്ങനെ ഇടണം കേട്ടോ. പാനിയിൽ കുറച്ച് ഇടണേ. അധികം ഇട്ട് ഇളക്കരുത്. പൊടി കുറേശ്ശെയായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് എല്ലാം കൂടി സാധിക്കുന്നില്ല. Bye.
ബാക്കിയും കൂടിയും പൊടി ഇട്ടു. ലേശം പഞ്ചസാരൻ്റെ തരിയിട്ടു. മധുരം അധികം ഒന്നാവില്ല, അതിന് ആവശ്യമുള്ള മധുരം അത് എടുക്കുള്ളൂ. ബാക്കിയൊക്കെ പൊടിയിൽ തന്നെ പോവും, പുറം തള്ളിപ്പോവും. അധികം പൊടി മധുരം ഒന്നും വലിച്ചെടുക്കില്ല കായ. അതിന് വേണ്ട ഇത് മാത്രമേ എടുക്കുള്ളൂ. ശർക്കര വരട്ടി റെഡിയായി. ഇത് കണ്ടോ, അതാണ് എൻ്റെ ശർക്കര വരട്ടി. നിങ്ങൾ കണ്ടോതാ, ഇതാണ്, ഇങ്ങനെയാണ് എൻ്റെ ശർക്കര വരട്ടി. ഞാൻ ഇതുപോലെ ഉണ്ടാക്കി, ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഒരു വിഷമവും ഇല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ കായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കാം. ലേശം മതിയില്ല, അധികം വേണ്ടല്ലോ, കുറച്ച് മതിയില്ല. അത് കുട്ടികൾ തിന്നോട്ടെ വെച്ച് ലേശം ഉണ്ടാക്കിയാൽ ഞാൻ വാഴ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി അത് ചെയ്യുമ്പം. ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ തന്നെ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റായി പോകുന്നത്. എനിക്കെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാനാവുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. ഓക്കേ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാം വീട്ടിൽ. അതിൻ്റെ കണക്ക് അറിഞ്ഞാൽ മതി. പൊടികൾ നമുക്ക് ആവശ്യാനുസരണം ഇട്ടാൽ മതി. കുഴഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര പാവ് കൂടിപ്പോയാൽ കുടിഞ്ഞ് പോകുമ്പം പൊടി ഇട്ടാൽ മതി. അരിപ്പൊടി ആയാലും ചുക്കുപൊടി ഇതൊക്കെ ആ കണക്കിന് ഇടുക. ബാക്കി അരിപ്പൊടി പഞ്ചസാര പൊടിച്ചതും എടുത്തിട്ടാൽ മതി. അധികം കുഴഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മധുരം മാത്രമേ ഇത് പിടിച്ചെടുക്കുള്ളൂ. ബാക്കിയെല്ലാം പുറമെ തള്ളും, പൊടിയായിട്ട് അത് മാറിപ്പോകും. അതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ ഒരു വിഷമവും ഇല്ല. ഈ ഓണത്തിനെങ്കിലും നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി. ഇത് ഇവിടെ ഉണ്ടായ കൊല തന്നെയാണ്, വാഴക്കൊല. അതുപോലെ തന്നെ ചുക്ക്, കുരുമുളക്, ഇതെല്ലാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായ പൊടിച്ചെടുത്ത് വെച്ചതാണ്. വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇവിടെ തന്നെ ആട്ടി വെച്ച വെളിച്ചെണ്ണ.